കോഴിക്കോട് സൗത്ത് നിയോജക മണ്ഡലത്തിൽ ഇത്തവണ കനത്ത പോരാട്ടമാണ് നടക്കുന്നത്. അപ്പോഴും ഇത്തവണയും മണ്ഡലം നിലനിർത്തുമെന്ന ആത്മവിശ്വാസത്തിലാണ് LDF ഉള്ളത്. അവിടെ സിറ്റിംഗ് MLA ആയിട്ടുള്ള അഹമ്മദ് ദേവർകോവിലിനെയാണ് LDF മത്സരരംഗത്തേക്ക് ഇറക്കിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിൻ്റെ പ്രതീക്ഷകൾ പങ്കുവെച്ചുകൊണ്ട് അഹമ്മദ് ദേവർകോവിൽ കേരള വിഷൻ ന്യൂസിനൊപ്പമുണ്ട്. എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിൻ്റെ പ്രതീക്ഷകൾ സൗത്തിൽ? കോഴിക്കോട് സൗത്ത് നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ 5 വർഷക്കാലം MLA എന്ന നിലയ്ക്ക് ഞാൻ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, 10 വർഷക്കാലം കേരളത്തിലെ LDF നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, അതൊക്കെ ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിൽ ഞങ്ങൾ വിജയിച്ചിട്ടുണ്ട്. അതൊക്കെ മനസ്സിലാക്കിയ ജനങ്ങൾ ഇടതുപക്ഷത്തിന് അനുകൂലമായി വോട്ട് ചെയ്യുമെന്ന കാര്യത്തിൽ ഒരു സംശയവും. പോസിറ്റീവായിട്ട് തന്നെയാണ് വോട്ടർമാരുടെ പ്രതികരണം കിട്ടും. വളരെ നല്ല പ്രതികരണമാണ് വോട്ടർമാരെ സമീപിക്കുമ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം പരമാവധി വോട്ടർമാരെ നേരിൽ കാണാനുള്ള ശ്രമം വളരെ നേരത്തെ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ആ രീതിയിൽ ജനങ്ങളിൽ നിന്ന് വളരെ നല്ല പ്രതികരണമാണ് ലഭിക്കുന്നത്. കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടിയ ഭൂരിപക്ഷത്തിന് ജയിച്ചു കയറാൻ കഴിയും. മുഖ്യമന്ത്രി കൂടി ജില്ലയിലെത്തിയതോടെ തെരഞ്ഞെടുപ്പ് രംഗം ഒന്നുകൂടി കൊഴുത്തോ? എങ്ങനെയാണ്? എല്ലാ തെരഞ്ഞെടുപ്പുകളിലും മുഖ്യമന്ത്രി വരാറും പങ്കെടുക്കാറും ഒക്കെ ഉണ്ട്. സ്വാഭാവികമായും LDFൻ്റെ അണികളെ പരിപൂർണമായി ഒന്ന് കൊഴുപ്പിക്കാൻ മുഖ്യമന്ത്രിയുടെ സന്ദർശനം ഉപകാരപ്പെടും എന്ന കാര്യത്തിൽ സംശയം. ഈ കോഴിക്കോട് സൗത്ത് നിയോജക മണ്ഡലത്തിൽ ഇത്തവണ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത് MK മുനീറിൻ്റെ സ്ഥാനാർത്ഥിത്വമില്ലായ്മയാണ്. പകരം വന്നിരിക്കുന്നത് ഫൈസൽ ബാബു എന്ന് പറയുന്ന ഒരു എതിർ സ്ഥാനാർത്ഥി. എങ്ങനെയാണ് കാണുന്നത്? നമ്മൾ ഒരിക്കലും LDF എന്ന് പറയുന്നത് ഒരു നിലപാടിൻ്റെ ഭാഗമായുള്ളൊരു മുന്നണിയാണ്. അപ്പോൾ ഞങ്ങൾ ഏതൊരു മുന്നണിയോടും മുന്നണിയോടെ ഏറ്റുമുട്ടും, വ്യക്തികളോടല്ല. മുന്നണിയുടെ സ്ഥാനാർത്ഥിയെ ആര് വന്നാലും ഞങ്ങൾ ഞങ്ങളുടെ നിലപാടുകൾ പറഞ്ഞുകൊണ്ട്, ഭരണ നേട്ടങ്ങൾ പറഞ്ഞുകൊണ്ട് വോട്ട് ചോദിക്കും. അതാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. മറുഭാഗത്ത് ആര് വരുന്നത് തന്നെ നമ്മൾ നോക്കാറില്ല. അങ്ങ് കഴിഞ്ഞ ദിവസം പേരാമ്പ്രയിലെ UDF സ്ഥാനാർത്ഥിക്കെതിരെ ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു. അങ്ങയുടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ എതിരാളിയായിട്ടുള്ള നൂർബിന റഷീദ് ഇന്ന് സമാനമായ രീതിയിൽ ആ സ്ഥാനാർത്ഥിക്ക് ജമാഅത്തെ ഇസ്ലാമി ബന്ധമുണ്ടോ എന്ന് താൻ അന്വേഷിച്ചിരുന്നു എന്ന് പറയുന്നു. എന്താണ് ആ ആരോപണത്തിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ടോ? എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ അന്ന് പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഇലക്ഷൻ കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം പറയുമ്പോൾ കാണാം. തീർച്ചയായിട്ടും വലിയ വിജയപ്രതീക്ഷ തന്നെയാണ്. ആശംസകൾ. വലിയ വിജയപ്രതീക്ഷയിലാണ് അഹമ്മദ് ദേവർകോവിലുള്ളത്. കഴിഞ്ഞ തവണത്തേതുപോലുള്ള വിജയം ഇത്തവണയും ആവർത്തിക്കും എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ക്യാമറ പേഴ്സൺ റിഷാദ് TK-ക്കൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.